ഭൂട്ടാനിൽ നിന്ന് അനധികൃതമായി എത്തിച്ച വാഹനങ്ങൾ കണ്ടെത്താൻ ഓപ്പറേഷൻ നംഖോറിന്റെ ഭാഗമായി കേരളത്തിലാകെ നടത്തിയ പരിശോധനയിൽ 36 വാഹനങ്ങൾ പിടിച്ചെടുത്തെന്ന് കസ്റ്റംസ്. ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ്, അമിത് ചക്കാലക്കൽ എന്നിവരുടെ വീടുകളിൽ പരിശോധന നടത്തി. ദുൽഖർ സൽമാന്റെ 2 വാഹനങ്ങൾ പിടിച്ചെടുത്തു. ഇവർ നേരിട്ട് ഹാജരാകണമെന്നും കസ്റ്റംസ് കമ്മീഷണർ ഡോക്ടർ ടി ടിജു പറഞ്ഞു. ഇന്ന് ടോട്ടൽ 36 വണ്ടികൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് പരിശോധനയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ദുൽഖർ സൽമാൻ, പൃഥ്വിരാജിന്റെ വീട്ടിൽ ഒന്ന് നമ്മൾ പരിശോധന നടത്തി. അമിത് ചക്കാലക്കൽ എന്ന് പറയുന്ന ഒരു നടനുണ്ട്, അദ്ദേഹത്തിന്റെയും വീട്ടിൽ ഒരു പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ 3 നടന്മാരാണ് ഇപ്പോൾ തൽക്കാലം നമ്മുടെ റഡാറിൽ ഇന്ന് വന്നിട്ടുള്ളത്. ഇവരുടെ എല്ലാം വാഹനങ്ങൾ എടുത്തിട്ടുണ്ട്. 6 മാസമായി നടക്കുന്ന അന്വേഷണമാണ്. സൈന്യത്തിന്റെ അടക്കം വ്യാജരേഖകൾ ഉണ്ടാക്കിയാണ് വാഹനങ്ങൾ കടത്തുന്നത്. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വലിയ വിഷയമാണ്. തീവ്രവാദ ഫണ്ടിംഗ് ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നുവെന്നും കസ്റ്റംസ് കമ്മീഷണർ ഡോക്ടർ ടി ടിജു പറഞ്ഞു. കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ട് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഒരു 150 മുതൽ 200 വണ്ടികൾ വരെ കേരളത്തിലുണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചു. കംപ്ലീറ്റ് ആയിട്ട് ഫോർജ് ചെയ്ത ഡോക്യുമെന്റ്സ് ഉപയോഗിച്ചാണ് അവർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ, നമ്മുടെ എംബസികളുടെ, അമേരിക്കൻ എംബസിയുടെ പേരും സീലും അവരുടെ ഇൻസിഗ്നയും ഫോർജ് ചെയ്ത് ആ ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി ആണ് ഈ വണ്ടികളെല്ലാം പലതരത്തിലും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ കൊണ്ടുവരാമെങ്കിൽ മയക്കുമരുന്നും കാറുകളും സ്വർണവും കൊണ്ടുവരാമെങ്കിൽ എന്തും കൊണ്ടുവരാം എന്നുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം. ഇറ്റ്സ് എ മേജർ ത്രെറ്റ് ടു നാഷണൽ സെക്യൂരിറ്റി ആൻഡ് എക്കണോമിക് സെക്യൂരിറ്റി ഓഫ് ദ നേഷൻ. നിതിൻ അബുജനുണ്ട് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. നിതിൻ, ഇന്ന് സംസ്ഥാനത്തുടനീളം നടത്തിയ പരിശോധനയ്ക്ക് ശേഷം 36 വാഹനങ്ങളാണ് ഇപ്പോൾ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇതിൽ തന്നെ ഇതിന്റെ ഉടമകളെ വിളിച്ചു വരുത്തുകയും അവരുടെ വിശദീകരണം അല്ലെങ്കിൽ രേഖകളൊക്കെ ഹാജരാക്കിയ ശേഷമായിരിക്കും തുടർ നടപടിയെന്നും കസ്റ്റംസ് കമ്മീഷണർ വ്യക്തമാക്കുന്നു. നിലവിൽ ഏതൊക്കെ വാഹനങ്ങളുടെ കാര്യത്തിൽ, ഏതൊക്കെ വ്യക്തികളുടെ വാഹനങ്ങളുടെ കാര്യത്തിലാണ് കസ്റ്റംസിന് സംശയമുള്ളത്? ചില ഏജൻസികൾ, ചില സംഘടനകളുടെയൊക്കെ പങ്കാളിത്തം ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ടല്ലോ. ഗോകുൽ, തീർച്ചയായും. കാരണം അത്തരമൊരു സംശയം തന്നെയാണ് ഇന്നിപ്പോൾ കസ്റ്റംസ് പങ്കുവച്ചിരിക്കുന്നത്. ഇന്ന് സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ഏതാണ്ട് 35 ഇടങ്ങളിൽ ഇത്തരത്തിൽ പരിശോധന നടത്തി 36 വാഹനങ്ങളാണ് പിടിച്ചെടുത്തത്. ഏതാണ്ട് 150 മുതൽ 200ഓളം വാഹനങ്ങൾ ഈ കഴിഞ്ഞ 6 മാസമായി നടത്തിയ അന്വേഷണത്തിൽ ഭൂട്ടാനിൽ നിന്ന് ഇത്തരത്തിൽ കേരളത്തിലെത്തിച്ച് ഇവിടെ നിരത്തുകളിലുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പരിശോധന ഇന്നിപ്പോൾ ഓപ്പറേഷൻ നുങ്കൂർ എന്ന പേരിൽ രാജ്യവ്യാപകമായി നടന്നത്. അതിന്റെ തുടർച്ചയായി തന്നെയാണ് കേരളത്തിലും 35 ഇടങ്ങളിൽ നടന്നത്. അതിൽ കൊച്ചി, അതോടൊപ്പം തന്നെ അടിമാലി അടക്കമുള്ള സ്ഥലങ്ങൾ, തൃശ്ശൂർ, തിരുവനന്തപുരം അടക്കമുള്ള സ്ഥലങ്ങൾ, കോഴിക്കോട് അടക്കമുള്ള സ്ഥലങ്ങൾ ഇത്തരത്തിൽ പരിശോധന നടന്നു. ആ പരിശോധന വിശദാംശങ്ങളാണ് ഇപ്പോൾ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലാണ്. പരിവാഹൻ വെബ്സൈറ്റ് വരെ കൃത്രിമം കാണിച്ച് ഇത്തരത്തിൽ വാഹനങ്ങൾ ഇവിടെ ഭൂട്ടാനിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവന്നു. ആദ്യം വില കൂടിയ വാഹനങ്ങൾ ഭൂട്ടാനിൽ എത്തിക്കും, അതിനുശേഷം അവ ഇന്ത്യയിലേക്ക് എത്തിക്കും. അത് പലതും പാർട്സ് ആയിട്ട് ഇവിടെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്ന രീതിയാണ് ഉപയോഗിച്ചിരുന്നത്. പല സംസ്ഥാനങ്ങളും രജിസ്റ്റർ ചെയ്യും, അതിനുശേഷം അത് റീ രജിസ്ട്രേഷൻ ആയിട്ട് കേരളത്തിലേക്ക് ഓടുന്നു. അങ്ങനെ ഏതാണ്ട് ദിവസങ്ങളോളം, മാസങ്ങളോളം നീണ്ട അന്വേഷണത്തിന്റെ ഒടുവിലാണ് ഇത്തരം ഒരു പരിശോധനയിലേക്ക് ഇന്നിപ്പോൾ ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായി കസ്റ്റംസ് കടന്നത്. അതിൽ എടുത്തു പറയേണ്ട കാര്യം, ഇന്നിപ്പോൾ ഏതാണ്ട് അമിത് ചക്കാലക്കലിന്റെയും അതോടൊപ്പം തന്നെ നടൻ ദുൽഖർ സൽമാന്റെയും വാഹനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ദുൽഖർ സൽമാന്റെ 2 വാഹനവും അമിത് ചക്കാലക്കലിന്റെ 2 വാഹനവുമാണ് പിടിച്ചെടുത്തത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം വിശദീകരിച്ചു. ഇതിൽ ഈ രേഖകൾ അത് പരിശോധിച്ചപ്പോൾ ഇത് ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവന്നതാണോ തുടങ്ങിയ പരിശോധന ഇപ്പോഴും നടന്നു വരികയാണ്. പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ ചില അവ്യക്തത, ഈ രേഖകളിൽ ചില അവ്യക്തതകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ഇന്നിപ്പോൾ മലപ്പുറത്ത് ഇത്തരത്തിൽ പരിശോധന നടന്ന ഒരു യൂസ്ഡ് കാർ ഷോറൂമിന്റെ ഉടമയുടെ പ്രതികരണം വരുന്നു. അതിലേക്ക് ഒരു സംശയം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡോക്യുമെൻസുമായി സബ്മിറ്റ് ചെയ്താൽ റിലീസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്ര തന്നെ. ഇല്ല. അപ്പോൾ ഈ 2 വണ്ടിയാണ് ഇപ്പോൾ അവർക്ക് കൊണ്ടുപോകേണ്ട ഒരാവശ്യമായിട്ട് ചെക്കപ്പിന് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡോക്യുമെൻസിൻ്റെ എല്ലാത്തിനും കോപ്പി കൊടുത്തിട്ടുണ്ട്. ഇനി അവരെ ചെക്കപ്പ് കഴിഞ്ഞതിന് ശേഷം റിലീസ് ചെയ്യാമെന്നും പറഞ്ഞു. അത്ര തന്നെ. നിയമപരമായിട്ട് ഞങ്ങളെല്ലാം പേയ്മെൻറ്റ് കൊടുത്ത് നിയമപരമായിട്ട് മേടിക്കുന്ന വണ്ടികൾ തന്നെയാണ്. നമ്മൾ 10-20 വർഷമായിട്ട് ചെയ്യുന്ന ഒരു ഫീൽഡിലുള്ളതാണ്. നിയമപരമായിട്ട് തന്നെ ചെയ്തിട്ടുള്ളൂ. അത്ര തന്നെ. നേരത്തെ ഞങ്ങളോട് സംസാരിച്ചപ്പം അൺഒഫീഷ്യലായിട്ട് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഈ 13 വണ്ടികളുണ്ട്. അതിൽ അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ അത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന മുറയ്ക്ക് അതങ്ങനല്ല. അവര് ഈ നേപ്പാൾ ഭൂട്ടാൻ ഷോറൂമിന്റെ ഉടമയാണ് സംസാരിച്ചത്. 2 വാഹനങ്ങൾ അവരുടെ ഷോറൂമിൽ നിന്ന് കസ്റ്റംസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ആ കാറുകളുടെ
രേഖകൾ ഹാജരാക്കിയാൽ റിലീസ് ചെയ്യുമെന്നാണ് കസ്റ്റംസ് അറിയിച്ചിരിക്കുന്നതെന്നും ഉടമ പറയുന്നുണ്ട്. നിതിൻ അംബുജൻ തുടരുന്നു. നിതിൻ, തുടർ നടപടികൾക്ക് മറ്റ് ഏജൻസികളുടെ കൂടി സഹായം അല്ലെങ്കിൽ ഇടപെടൽ ആവശ്യമെന്ന് കൂടി കസ്റ്റംസ് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നല്ലോ. ഗോകുൽ അങ്ങനെ തന്നെയാണ്. കാരണം രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാക്കുന്ന ഒരു കൃത്യമാണ് അല്ലെങ്കിൽ ആ ഒരു ഇടപാടാണ് ഇതിൽ നടന്നിരിക്കുന്നത്. അതെല്ലാം ഈ ഒരു അന്വേഷണ പരിധിയിൽ കൊണ്ടുവരേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും ഇന്നിപ്പോൾ പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ തന്നെയാണ് ഇത്തരം വിവരങ്ങളൊക്കെ തന്നെ ഇപ്പോൾ കസ്റ്റംസ് പങ്കുവച്ചിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ അന്വേഷണത്തിന്റെ തുടക്കം എന്നതിൽ തന്നെ അതിൽ അദ്ദേഹത്തിന് കൂടുതൽ പങ്കുവയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എന്നാൽ പോലും വ്യക്തമാക്കുന്നത് ഇതിൽ വലിയ മാനങ്ങളുണ്ട്, വലിയ റാക്കറ്റ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നു. അതിൽ കോയമ്പത്തൂരിനുള്ള സംഘമാണ് ഇതിൽ പിന്നിൽ നിന്ന് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആ നിലയിലുള്ള അന്വേഷണം അത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരു അന്വേഷണമായതുകൊണ്ട് തന്നെ ഇതിന്റെ സാമ്പത്തിക ഇടപാട് അതോടൊപ്പം തന്നെ തീവ്രവാദ ഫണ്ടിംഗ് അടക്കമുള്ള കാര്യങ്ങൾക്കെല്ലാം അന്വേഷണം നീളേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്പറേഷൻ നങ്കൂർ എന്നൊരു ഈ ഒരു പരിശോധന അത് ഇനിയുള്ള ദിവസങ്ങളും തുടരുമെന്ന കാര്യത്തിൽ അദ്ദേഹം ആ ഒരു നിലയിൽ തന്നെ ഇതിന്റെ പരിശോധന ഉണ്ടാവുമെന്നാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും ലിസ്റ്റിലെ 90% വണ്ടികളും കൃത്രിമ രേഖകൾ ഉപയോഗിച്ചാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. GST വെട്ടിപ്പും കണ്ടെത്തിയിട്ടുണ്ട്. പലതിനും ഇൻഷുറൻസും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ഇല്ല. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്കും ഇത് ഭീഷണിയാകുന്ന നിലയിൽ തന്നെ തീവ്രവാദ ഫണ്ടിംഗ് ഉണ്ടോ എന്ന് അന്വേഷണം ഇപ്പോൾ നടന്നു വരികയാണ്. 2 വർഷമായുള്ള വാഹന ഇടപാടുകളാണ് നിലവിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ചില നടന്മാരുടെ പേരുകളടക്കം ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കി. ദുൽഖർ സൽമാന്റെയും പൃഥ്വിരാജിന്റെയും വീട്ടിലും അതോടൊപ്പം തന്നെ അമിത് ചക്കാലക്കലിന്റെ വീട്ടിൽ പരിശോധന നടത്തി. പക്ഷേ ഈ ഒരു പരിശോധനയിൽ ഇപ്പോൾ പിടിച്ചെടുത്ത വാഹനങ്ങൾ അതിൽ ചില രേഖകളിൽ അവ്യക്തതയുടെ തുടർന്നാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. അത് ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവന്നതാണോ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു പരിശോധന ഇപ്പോഴും തുടരുന്നുണ്ട്. അതിന്റെ രേഖകൾ ഹാജരാക്കാൻ എന്തായാലും നടന്മാർക്ക് നിർദ്ദേശം നൽകും. അതുമായി ബന്ധപ്പെട്ട സമൻസ് നൽകും. സമൻസ് നൽകിയാൽ നേരിട്ട് തന്നെ ഹാജരാക്കണം എന്നാണ് ഇപ്പോൾ കസ്റ്റംസ് വ്യക്തമാക്കിയത്. സ്വാഭാവികമായിട്ടും ആ ഒരു നടപടി അല്ലെങ്കിൽ ആ ഒരു വിശദീകരണം തൃപ്തികരം അല്ലെങ്കിൽ വാഹനങ്ങൾ പിന്നീട് പിടിച്ചെടുത്ത് തുടർ നടപടിയിലേക്ക് കസ്റ്റംസ് കടക്കും. ഒരുപക്ഷെ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കാനുള്ള സാധ്യതയും കസ്റ്റംസ് ഈ ഘട്ടത്തിൽ തള്ളുന്നില്ല. എന്തായാലും വലിയ മാനങ്ങളുള്ള ഒരു സംഘം ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഏത് നിലയിലാണ് ഈ ഒരു ഉപഭോക്താക്കൾക്ക് ഈ വാഹനം എത്തിയത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഉള്ളൊരു വിശദീകരണമാകും നടന്മാരിൽ നിന്ന് തേടുക. അത്തരം കാര്യങ്ങളിൽ ഒരു വിശദീകരണം തേടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിന്റെ പരിശോധനയും തുടർ നടപടികൾ നീളുമെന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ ഘട്ടത്തിൽ അന്വേഷണത്തെ പ്രാഥമിക ഘട്ടത്തിലായതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ വിശദമാക്കാൻ നടന്മാരുടെ വാഹനങ്ങൾ കസ്റ്റഡിയിലെത്തിയിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ രേഖകൾ ഹാജരാക്കൽ ഒരു പക്ഷേ ആ വാഹനങ്ങൾ വിട്ടു നൽകിയേക്കാം. അതിനപ്പുറത്തേക്ക് ഈ രാജ്യത്തേക്ക് കൊണ്ടുവരുന്ന നിയമം ലംഘിച്ചു കൊണ്ടുവരുന്ന വാഹനങ്ങൾ അത് കൊണ്ടുവരുന്ന റാക്കറ്റിലേക്കാണ് അന്വേഷണം നീളുന്നത്. അവർ ഈ ഇത്തരത്തിൽ നിയമം ലംഘിച്ചാണ് ഈ വാഹനങ്ങൾ കൊണ്ടുവന്നതെന്ന് അറിവോടുകൂടിയാണ് ഈ വാഹനം വാങ്ങുന്നത് എങ്കിൽ മാത്രമേ അവർക്കെതിരെ നടപടി ഉണ്ടാകൂ എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിതിൻ അംബുജനാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.